ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂസ് ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പ്ലം കേക്കാണ്. ക്രിസ്മസിന് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്ക്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓവനോ ബീറ്ററോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഞാനും ആദ്യമൊക്കെ കരുതുന്നത് കേക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോസിൽ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഇനിയും അതുപോലുള്ള സജഷൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ലോ കോസ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതായത് ടൂട്ടി ഫ്രൂട്ടി, ചെറി, ബ്ലാക്ക് സീഡ്ലെസ് റൈസിൻസ്, അങ്ങനത്തെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള, അതായത് ഒട്ടും നനവില്ലാത്ത ഒരു ഗ്ലാസ് ജാറിൽ എടുത്തിട്ട് കുറച്ച് ആൽക്കഹോളും കൂടെ ആഡ് ചെയ്ത് ഒരു 2 ആഴ്ച സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. അതായത് നമ്മുടെ കേക്കിന് ആ ഒരു ബ്രൗൺ കളർ കിട്ടുന്നത് പഞ്ചസാര കാരമലൈസ് ചെയ്ത ആ സിറപ്പ് ചേർക്കുമ്പോഴാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരിടം പോകാതെ അടുത്ത് തന്നെ നിന്ന് ഇത് റെഡിയാക്കി എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ആഴ്ച സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 ആഴ്ച അങ്ങനെ ഒരു കണക്കൊന്നുമില്ല കേട്ടോ. എത്രത്തോളം ദിവസം ഇരുന്നാലും ടേസ്റ്റാണ്. പക്ഷേ ഞാനൊരു 3 ദിവസം സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കേക്കിന് എന്താ പറയുക, ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ തോന്നിയത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യണമെങ്കിൽ അതായത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കാരമലൈസ് ചെയ്ത ഈ ഷുഗർ സിറപ്പിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അതൊരു മെത്തേഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് സോക്ക് ചെയ്ത് വയ്ക്കാം. അതായത് ആൽക്കഹോളിലല്ലാതെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടും ചെയ്യാം. അതായത് ഓറഞ്ച് ജ്യൂസോ ഗ്രാപ്പോ പൈനാപ്പിളോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് എടുത്തിട്ട് ഒരു ദിവസം, അതായത് ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ തലേന്നൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട് ജ്യൂസിലിട്ട് വേവിച്ചിട്ടും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മളുടെ സിറപ്പിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ഇത്രയും കളർ പോരാ, കുറച്ചുകൂടെ കളർ വേണം. പിന്നെ ഭയങ്കര കളറായിട്ട് കരിച്ച് കളയരുത്, എങ്കിൽ കേക്കിന് കയ്പ്പ് രസം വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സിറപ്പ് നല്ല കളറായി വരുന്നുണ്ട്, കണ്ടല്ലോ, അതിൽ പതയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഈ സിറപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ കുറച്ച്, അതായത് ഉണ്ടാക്കി പത വരുമ്പോൾ നമുക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ നേരത്തെ റെഡിയായി അടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. നല്ല ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. കണ്ടല്ലോ, നല്ല പത വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ദൂരെ മാറി നിന്ന് വേണം ആഡ് ചെയ്യാൻ, കയ്യിൽ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, സ്റ്റവ് ടോപ്പിലാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഹൈറ്റുള്ള ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാത്രം ഞാൻ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ അകത്തുള്ള കോട്ടിംഗ് ഒക്കെ പോയതുകൊണ്ട് ഇതുപോലെ കേക്ക് ബേക്ക് ചെയ്യാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം, നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അലുമിനിയം അങ്ങനെ ഏതാണെങ്കിലും എടുക്കാം. കുറച്ച് ഹൈറ്റുള്ള പാത്രവും പിന്നെ അതിന് ചേരുന്ന ഒരു മൂടിയും വേണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് ഒരു റിങ് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കേക്ക് ടിന് ഡയറക്റ്റ് അല്ല ഇറക്കി വെക്കുന്നത്, ഒരു സ്റ്റാൻഡിലാണ് ഇറക്കി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു റിങ്ങോ ഒരു പാത്രമോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണം ഇറക്കി വെക്കാനായിട്ട്. പിന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളുടെ അടപ്പിൽ ഒരു ഹോള് കാണും. അത് ഞാൻ പേപ്പർ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഈ ഓവൻ ഒന്ന് പ്രീഹീറ്റ്, നമ്മൾ സാധാ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇടുന്നത് പോലെ ഇത് മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ഇടണം.
അപ്പോൾ ഞാൻ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് പാത്രമാണേലും എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഓവനിലല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് പാത്രം വേണേലും കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് പാത്രം വേണേലും എടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ എണ്ണയോ എന്താണെന്നുള്ളതൊന്ന് പുരട്ടിയതിന് ശേഷം അതിന് അകത്ത് മൈദ ഒന്ന് എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന മൈദ ഒന്ന് തട്ടിക്കളഞ്ഞാലും മതിയാവും. അങ്ങനെ എടുത്താലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കേക്ക് ടിന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ ബൗൾ അടിയിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുക്കേണ്ടത്, ബേക്കിംഗ് സോഡയല്ല. പ്ലം കേക്കിൽ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ അങ്ങനെ ഇടാറില്ല. ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ വേണ്ടത് 1 നുള്ള് ഉപ്പ്. ഇത് സ്പൈസസ് പൗഡറാണ്. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക, ഇത് 4ഉം കൂടി ഇട്ട് പൊടിച്ചതാണ്. ഇത് 1 ടീസ്പൂൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കേക്കിനൊക്കെ ആണെങ്കിൽ 1 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ, അതുപോലെ തന്നെ 2-3 ഏലക്ക, പിന്നെ ജാതിക്ക, കുറച്ച് ജാതിക്ക എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതെല്ലാം കൂടി ഇട്ട് പൊടിക്കുമ്പോൾ 1 ടീസ്പൂൺ അങ്ങനത്തെ ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഇതെടുത്തു. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ഓറഞ്ച് സെസ്റ്റ് ആണ്, അതായത് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്. ഇത് എല്ലാ ബേക്കിംഗ് ഷോപ്പിലും വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ ഏറ്റവും പുറമേയുള്ള തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതിയാവും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്തുള്ള വൈറ്റ് പോർഷൻ വരാതെ എടുക്കണം. എങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലം കേക്കിന് ആ ഒരു ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 1-2 സ്പൂൺ എടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്താണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 1-2 സ്പൂൺ എടുത്തൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എടുക്കുന്ന പാത്രം എല്ലാം ഒട്ടും നനവില്ലാത്തതായിരിക്കണം. ഡ്രൈ ആയിട്ടുള്ളതായിട്ട് ഉള്ളത് എടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടർ നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കണം. അപ്പോൾ പെട്ടെന്ന് അത് റൂം ടെമ്പറേച്ചറിലായി കിട്ടാനായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചാലും മതിയാവും. അപ്പോൾ ഇത് 6 ടേബിൾ സ്പൂണോളം ബട്ടറുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ. അപ്പോൾ രണ്ടും കൂടെ 10 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആകെ എല്ലാം ബട്ടർ എടുക്കുക, അതായത് ഓയിൽ അല്ലാതെ എല്ലാം ബട്ടർ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഓയിൽ എടുക്കുക, അതായത് 10 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ മിക്സ് ചെയ്തും എടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ വിസ്ക് തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ സ്പൂണോ ഫോക്കോ എന്താണേലും എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ, അതായത് പഞ്ചസാര പൊടിച്ചത്. ഞാൻ പൊടിക്കുന്നതിന് മുമ്പാണ് 1/2 കപ്പ് എടുത്തത്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലൊരു ക്രീം ഫോമിൽ ആവണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരല്പം സമയം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ഫോമിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ വൈറ്റും യെല്ലോ ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ഒരുമിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മുട്ട ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുമിച്ചാണ് ചേർത്തത്.
ഈ മുട്ട ഇടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊന്നും വരത്തില്ല. ഈ മുട്ട ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കണ്ടല്ലോ, ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി വിസ്കിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു തടിത്തവിയോ സ്പാച്ചിലയോ അല്ലെങ്കിൽ കൈ കൊണ്ടാണേലും മതിയാവും. ഇനി വിസ്ക് വേണ്ട നമുക്ക്. ഇനി കുറേശ്ശെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ചേർത്തിട്ട് ഫോൾഡ് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഒരേ ഡയറക്ഷനിൽ എടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ മടക്കി മടക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 2-3 സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കട്ട കെട്ടാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും ഇടാം. എത്രത്തോളം ഇട്ടാലും ടേസ്റ്റാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യമേ അത്രയും ഒഴിക്കുന്നില്ല, കുറേശ്ശെ ഒഴിച്ച് നോക്കാം. ഞാൻ അത്രയും ചേർക്കുവാണ് കേട്ടോ. കാരണം ഞാൻ 1/4 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അധികം ഷുഗർ സിറപ്പ് ഇല്ല. അതുകൊണ്ട് ഞാൻ അത്രയും ചേർക്കുവാണ്. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് മറ്റുള്ള കേക്ക് പോലെയല്ല, കുറച്ചൊന്ന് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് പ്ലം കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് മാറ്റാം. കേക്ക് ടിന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ നല്ല കണ്ടല്ലോ, ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറീസും പിന്നെന്താ കാഷ്യൂ നട്ട്സൊക്കെ വെച്ചൊന്ന് അലങ്കരിക്കാം. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ അലങ്കരിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ എന്താ പറയുക, ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങിയപ്പോഴേ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വേണം നമ്മളിത് ഇറക്കി വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി കേക്ക് ടിന്നെ അതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ വളരെ സൂക്ഷിക്കണം. നല്ല ചൂടായി കിടക്കുന്ന പാത്രമാണ്. കൈയൊന്നും പൊള്ളാതെ വളരെ പതുക്കെ സാവധാനത്തിൽ അതിലേക്ക് ഇറക്കി വെക്കണം. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ബേക്ക് ചെയ്യേണ്ടത്. എനിക്ക് മീഡിയം ഫ്ലെയിമിൽ 1 മണിക്കൂറും കുറച്ച് സമയം കൂടെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് സമയം ബേക്ക് ചെയ്തതിന് ശേഷം പറയാം. ഇപ്പോൾ എന്താണേലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. 1 മണിക്കൂർ എന്താണേലും വേണം. കാരണം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വേവുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂർ നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം. കണ്ടല്ലോ, ഇപ്പം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിത് വേനെടുത്ത സമയം 1 മണിക്കൂറും 10 മിനിറ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടല്ലോ, ഒരു സ്പൂൺ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടുഭാഗത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക്